ഇലക്ഷന് 2 ദിവസമുള്ളപ്പോൾ അയാൾ എന്തുകൊണ്ട് തൂങ്ങി മരിച്ചു? അയാൾ സ്വയം ചെയ്താണോ, അതിൻ്റെ പിന്നെ പ്രേരണയുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിൽ ദുരൂഹമാണ്. എന്തുവരെയാണല്ലോ ആ ജീവിതം നഷ്ടപ്പെട്ടതിൽ ശരിയായൊരു അന്വേഷണം അത് ഏത് തരത്തിലാണെങ്കിലും ഉണ്ടാവണമെന്നാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം. അദ്ദേഹം എല്ലാം ചെയ്യുന്നത് ഈ കൃഷിക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ അതനുസരിച്ച് ഭരണകൂടം അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുവെന്ന് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ ഒരു അന്ത്യമാണ് ഈ കാണുന്നത്. അദ്ദേഹം ഒരു തികഞ്ഞ കൃഷിസ്നേഹിയായിട്ടുള്ള അദ്ദേഹത്തിനെ ഇന്ന് ഇവിടെ ഈ പാർട്ടി ഓഫീസിനകത്ത് ആത്മഹത്യയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മഹത്യയെപ്പറ്റി കൃത്യമായ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. എനിക്ക് വധഭീഷണിയുണ്ട്, മരണഭീഷണിയുണ്ട്. ഞാൻ മരിക്കുവാണെങ്കിൽ അതിന് ഉത്തരവാദികൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ആരോപണ വിധേയരായ ആൾക്കാർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അസ്വാഭാവിക മരണമാണോ എന്നത് പാർട്ടി സെക്രട്ടറി ബാബുരാജ് സൂചിപ്പിച്ചത് സ്വാഭാവിക മരണമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയോടെയാണ് മക്കൻ ചെല്ലപ്പൻ എന്ന വയോധികനായ കർഷകൻ LDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിക്ക് മുന്നിൽ തൂങ്ങി മരിച്ചത്. പ്രദേശത്തുള്ള LDF അനുയായികൾ ഇതൊരു ആത്മഹത്യയാണെന്ന് പറയുമ്പോഴും ഇതൊരു കൊലപാതകം തന്നെയാണെന്നാണ് പ്രദേശത്തെ BJP കോൺഗ്രസ് അനുയായികൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വൈക്കം തലയാഴത്ത് തിരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാൻ സാധ്യതയുള്ള ഈ ഒരു സംഭവം വരും തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇതൊരു നിർഭാഗ്യകരമായ സംഭവമാണെന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഒരു കർഷകൻ ഇതുപോലെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതൊരു നിർഭാഗ്യകരം തന്നെയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം 2 ദിവസമായി ഇപ്പം ഇവിടെ എല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. 2 ദിവസമായി ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇറങ്ങുന്നു. ആ വീഡിയോ ഇറങ്ങുന്നതിൽ CPIയുടെ പ്രാദേശികമായിട്ട് ചില നേതാക്കന്മാരെ വിമർശിക്കുന്നു. അവരെ വിമർശിച്ചതിന് ശേഷം അവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നു. ഇങ്ങനെ ആ കുറ്റം പറയാനായിട്ട് അത് അടിസ്ഥാനരഹിതമാണ്. CPI ആയിട്ടും യാതൊരുവിധ പ്രശ്നങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിട്ടില്ല. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒറ്റയാൾ പോരാട്ടക്കാരനാണ്. പല സമയങ്ങളിൽ കളക്ടറേറ്റിന് മുമ്പിലും അതുപോലെ വൈക്കം പോലീസ് സ്റ്റേഷൻ അതുപോലെയുള്ള ഓഫീസുകളുടെയൊക്കെ മുമ്പിൽ ആത്മഹത്യ SP ഓഫീസിലൊക്കെ ആത്മഹത്യാ ഭീഷണിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുഴക്കിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരാൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്ന ഒരു 10-20 വർഷത്തിന് മുമ്പ് ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കൃഷി ആരോ നശിപ്പിച്ച്, അത് കൃഷി നശിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല അദ്ദേഹത്തിന് ആരൊക്കെ എതിരാളികളുണ്ട്, ആർക്കൊക്കെ വൈരാഗ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. അപ്പോൾ അന്ന് CPIയുടെ കുറേ പ്രാദേശിക നേതാക്കന്മാരുടെ പേരിൽ അതിൻ്റെ ആരോപണം കെട്ടിവെക്കുകയും അതിന് കേസ് നടക്കുകയും കേസ് അവസാനം അത് അടിസ്ഥാനരഹിതമാണെന്നും അതങ്ങനെ ഒരു സംഭവം CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ള തെളിവുകളൊക്കെ പുറത്തു വന്നതാണ്. അതിനുശേഷം അദ്ദേഹം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നിൽക്കുമായിരുന്നു. അദ്ദേഹം ഈ ഇങ്ങനെ ഒരു കൃഷിയുടെ തൈകൾ വിൽക്കുന്ന പരിപാടിയായിട്ട് നടക്കുമായിരുന്നു. പക്ഷേ ഈ അടുത്ത ദിവസം, അതായത് അത് കഴിഞ്ഞ് CPIയോടോ അല്ലെങ്കിൽ CPIയുടെ നേതാക്കന്മാരോടോ ഒന്നും അദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2 ദിവസം മുമ്പ് അദ്ദേഹം ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ വോട്ട് ചെയ്യണമെന്ന് പറയുന്നു. ആ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോ എന്നൊക്കെ പറയുന്നത് കൃത്യമായി അതിനകത്ത് ആൾക്കാർ ഇടപെട്ടുകൊണ്ട്, അതായത് ഇവിടെ വെച്ച് മൈക്കൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ചെയ്ത് ഫേസ്ബുക്കുകളിലിടുന്നു. പക്ഷേ ഈ വീഡിയോ ആരാ ചെയ്തതെന്നുള്ളത് അതൊരു അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ ഇപ്പം ഈ വീഡിയോ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഒരു പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ വന്ന് ആ ഒരു ഇങ്ങനെ ഒരു തൂക്കം നടക്കണമെങ്കിൽ അതിനകത്ത് സംശയങ്ങളുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഇവിടെ വന്ന് വയർ കട്ട് ചെയ്ത് ഇവിടെ പകൽ പോലെ വെട്ടമുള്ളതാണ് എല്ലാ ദിവസവും. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇന്നലെ 1:30 വരെയും ഈ ഓഫീസിൽ ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ വെട്ടത്തിൽ ഒരു ആൾ വന്ന് കയറിയാൽ കറക്റ്റായിട്ടും ഈ വഴിയെ പോകുന്നവർക്ക് കാണാം. അതിന് ആദ്യം തന്നെ ഈ വയർ കട്ട് ചെയ്ത് ലൈറ്റ് എല്ലാം കളഞ്ഞ് അതിനുശേഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആ സംഭവം ഇദ്ദേഹത്തിന് ഇങ്ങനെ കയറ് കെട്ടാനുള്ള ഒരു ഇതുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലുമേല വാക്കറയിലാണ് നടക്കുന്നത്. അപ്പം അത് കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഇവിടെ ചിലരൊക്കെ BJPയും കോൺഗ്രസും കൂടി അതായത് അവർ ഇവിടെ പരാജയപ്പെടുമെന്നുള്ള വിരളി പൂണ്ടിട്ട് എങ്ങനെയെങ്കിലും ഈ വിജയം തടസ്സപ്പെടുത്താൻ പറ്റുമോ ആലോചിച്ചുകൊണ്ട് ഇപ്പം തന്നെ അനാവശ്യമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പാർട്ടി ഓഫീസിൻ്റെ വഴിയും ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. അത് ഏറ്റവും ഒരു എന്നാന്ന് വെച്ചാൽ ശവം വെച്ച്, അതായത് ഒരാളുടെ മരണം നമ്മളെല്ലാം വേദനിക്കേണ്ടതാണ്. നമ്മുടെ സ്വന്തം ആണെങ്കിലും നമ്മൾ ഈ ശവം എന്ന് പറയുന്ന ആ ശവത്തെ വെച്ചുകൊണ്ട് ഇതുപോലെ ഒരു നെറികെട്ട വോട്ടുപിടുത്തത്തിന് തുടങ്ങുന്ന ഈ ഇരു മുന്നണികളും, അതിപ്പോൾ അവർ BJPയും UDF ഒന്നായിരിക്കുക. അവർ എങ്ങനെയെങ്കിലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വിജയം
എങ്ങനെ തടസ്സപ്പെടുത്താമെന്നുള്ള ഒരു ദുഷ്ടലാക്കോടുകൂടി. അതുകൊണ്ട് ഇവർക്കൊക്കെ ഞാൻ പറയുന്ന പോലീസ് ഇത് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇതിനകത്ത് CPIക്കോ CPIയുടെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ CPIയുടെ പ്രാദേശികമായിട്ട് ഒരാൾക്കാർക്കും ഈ മക്കനുമായിട്ട് യാതൊരു വക ബന്ധങ്ങളും ഈ അടുത്ത കാലത്തല്ല വർഷങ്ങൾക്ക് ആയിട്ടും ഇത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംസാരം പോലും ഉണ്ടാകാനൊരു അവസരമില്ല. ഇപ്പോൾ ഇത് ചെയ്ത് ഞങ്ങൾക്കും സംശയമുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പോലീസ് ഇത് കണ്ടുപിടിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഓഫീസിൻ്റെ പടിക്കലുള്ള ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വന്ന് ഇലക്ഷന് 2 ദിവസമുള്ളപ്പോൾ അയാൾ എന്തുകൊണ്ട് തൂങ്ങി മരിച്ചു? അയാൾ സ്വയം ചെയ്താണോ, അതിൻ്റെ പിന്നെ പ്രേരണയുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അയാളുടെ ഫോൺ കോളുകൾ, ഈ ഒരാഴ്ചക്കാലത്തെ ഫോൺ കോളുകൾ പരിശോധിക്കണം. അയാൾക്ക് വേണ്ടി ഇറങ്ങിയ വീഡിയോ പരിശോധിക്കണം. അതാരാണ് എഡിറ്റ് ചെയ്തത് എന്നുള്ള കാര്യം പരിശോധിക്കണം. അതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം വ്യാജ പ്രചരണങ്ങളാണ് എങ്കിൽ പോലും അതേക്കുറിച്ച് അന്വേഷണം വേണം. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ വേറെ കറുത്ത കൈകളുണ്ട് എന്നാണ് ബലമായിട്ടുള്ള സംശയം. ഇവരുമായിട്ട് പിണങ്ങിപ്പോയതാണ്. കുടുംബങ്ങൾ തമ്മിൽ എത്ര ലോഹിത്തിലല്ല. അവർ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാണ് ഇവിടെ നിന്ന് ഒരു നഴ്സറി കടുത്തുരുത്തിലിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് 3-4 സ്ഥലത്തിട്ട് ലാസ്റ്റ് ഇപ്പം ഇടയാഴത്ത് വെച്ചൊരു ബൈക്ക് പിന്നെ ബാങ്കിൻ്റെ ഇപ്പം ഇട്ടിരിക്കുക. അവരിതിട്ട് അവിടെ നിന്നിട്ടുള്ള പ്രശ്നങ്ങളോ എന്താണെന്നൊന്നും നമ്മളറിയുന്നില്ല. അവർ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ, ഇവർ കുടുംബപരമായിട്ട് ഒത്തിരി ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ സൂക്ഷിച്ചായിട്ട് നമുക്കിപ്പോൾ അറിയാൻ പറ്റിയല്ല. പുള്ളി ഇതിനു മുമ്പ് ആത്മഹത്യാ ശ്രമങ്ങൾ ഒക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു വിവരം എങ്ങനെ കിട്ടിയായിരുന്നു? അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഒക്കെ ഒത്തിരി കളക്ടറേറ്റ് വഴിയൊക്കെ പുള്ളി ഒത്തിരി പരിപാടി നടത്തിയിട്ടുണ്ട്, ഒരുപടി പരിപാടി. അപ്പോൾ അത് ഒക്കെ ഇങ്ങനെ തരണം ചെയ്ത് അവരുടെ പുള്ളിക്ക് സ്വയമായിട്ട് ഇത് തന്നെ പരിപാടി ബിസിനസ്സായിരുന്നു. ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഒത്തിരി ബാധ്യതകളൊക്കെ ഉണ്ട്. നല്ല ബാധ്യതകളാണ് ഇവിടുന്ന് പോകുന്നത്. അതും ഇപ്പോൾ കൊടുക്കാനും മേടിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി ബാധ്യത എനിക്ക് ആദ്യം നിങ്ങളുടെ തലയിൽ വെച്ചിരിക്കുക. നിങ്ങളെന്നാലും ചെന്ന് വിളിച്ച് ഇവിടുന്ന് പോരാൻ വേണ്ടി വിളിച്ചതാണ്. ഇവിടെ വന്ന് ഒന്നിച്ച് ജീവിക്ക്. എത്ര കുറേ കാലമായിട്ട് പുള്ളി അകന്ന് താമസിക്കുക? അകന്ന് തന്നെയാണ്. അപ്പോൾ പുള്ളി അകന്ന് തന്നെ താമസിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനൊന്നും പുള്ളി ഇവർ ചെന്ന് വിളിച്ചപ്പോഴും ഇവരോട് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. അതോടുകൂടി പിന്നെ പുള്ളി അവിടെ ചെന്ന് ഇങ്ങനെ നഴ്സറി ഉണ്ടാക്കി അവിടെ നിന്ന് പണിത് കാര്യങ്ങൾ, പിന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. നമ്മളുമായിട്ട് അത്ര ടച്ചിലല്ല. കാര്യം എൻ്റെ സ്വന്തമാണ് ആൾ, അനിയത്തിയുടെ ഭർത്താവാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമുക്കതുകൊണ്ട് പിണക്കവും ഇല്ല ഇണക്കവും ഇല്ല എനിക്ക്. പിന്നെ ഇത് എന്ത് ചെയ്യണമെന്നൊക്കെ നമുക്ക് ആധികാരികമായിട്ട് തിരക്കേണ്ട കാര്യങ്ങളിലോ വലിയ അറിവുള്ള ആളാണ് പുള്ളി. പിന്നെ ഈ മാതിരിയുള്ള കാര്യങ്ങളുണ്ട്. ഇവരുടെ ഫാമിലികളൊക്കെ ഇപ്പോൾ ചേട്ടൻ ഇതുപോലെ തന്നെ മരിക്കുകയാണ്. ചേട്ടൻ ഇതുപോലെ ആത്മഹത്യയായിരുന്നു. അതിവിടെയായിരുന്നു ഇവരുടെ കുടുംബത്ത്. അത് കഴിഞ്ഞ് ഇവരിങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവർ തമ്മിൽ എന്നാ പ്രശ്നം, എന്തൊക്കെയാണ് ഇവിടെ വന്ന് ഇത് ചെയ്യാൻ കാര്യം എന്നാന്ന് പോലും നമുക്കറിയാം. കാരണം ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നത്. ഇവിടെ കേസും ഇല്ലാത്ത സമയങ്ങളില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്താൽ ഇത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമോ അതോ രാഷ്ട്രീയപരമായ പ്രശ്നം? രാഷ്ട്രീയപരമായി ഇവർ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അങ്ങനെയുള്ളൊരു ബന്ധമുള്ളതായിട്ട് അറിവില്ല. അതാണ് വ്യക്തിപരമായിട്ട് ഇങ്ങനെ ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ചക്കറി ഇട്ട് ഇവിടെ നശിപ്പിച്ചെന്നും പറഞ്ഞ് പുള്ളി ഇങ്ങനെ കേസും മുക്കാറുമായിട്ട് എപ്പോഴും നടക്കുന്ന ഒരാളാണ്. അതിപ്പോൾ എങ്ങനെ ഏത് രീതിയിലാണ് അതിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ആരുമായിട്ട് നമുക്കൊരു ഇതും അറിയാൻ പറ്റുകയാണ്. ഇതൊരു നിർഭാഗ്യകരമായ സംഭവമെന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഒരു കർഷകൻ ഇതുപോലെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതൊരു നിർഭാഗ്യകരം തന്നെയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം 2 ദിവസമായി, ഇപ്പം ഇവിടെ എല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. 2 ദിവസമായി ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇറങ്ങുന്നു. ആ വീഡിയോ ഇറങ്ങുന്നതിൽ CPIയുടെ പ്രാദേശികമായിട്ട് ചില നേതാക്കന്മാരെ വിമർശിക്കുന്നു. അവരെ വിമർശിച്ചതിന് ശേഷം അവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നു. ഇങ്ങനെ ആ കുറ്റം പറയാനായിട്ട് അത് അടിസ്ഥാനരഹിതമാണ്. CPI ആയിട്ടും യാതൊരുവിധ പ്രശ്നങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിട്ടില്ല. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒറ്റയാൾ പോരാട്ടക്കാരനാണ്. പല സമയങ്ങളിൽ കളക്ടറേറ്റിന് മുമ്പിലും അതുപോലെ വൈക്കം പോലീസ് സ്റ്റേഷൻ അതുപോലെയുള്ള ഓഫീസുകളുടെയൊക്കെ മുമ്പിൽ SP ഓഫീസിലൊക്കെ ആത്മഹത്യാ ഭീഷണിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുഴക്കിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരാൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്ന ഒരു 10-20 വർഷത്തിന് മുമ്പ് ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കൃഷി ആരോ നശിപ്പിച്ച്
അത് കൃഷി നശിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല. അദ്ദേഹത്തിന് ആരൊക്കെ എതിരാളികളുണ്ട്, ആർക്കൊക്കെ വൈരാഗ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. അപ്പോൾ അന്ന് CPIയുടെ കുറേ പ്രാദേശിക നേതാക്കന്മാരുടെ പേരിൽ അതിൻ്റെ ആരോപണം കെട്ടിവെക്കുകയും അതിന് കേസ് നടക്കുകയും കേസ് അവസാനം അത് അടിസ്ഥാനരഹിതമാണെന്നും അതങ്ങനെ ഒരു സംഭവം CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ള തെളിവുകളൊക്കെ പുറത്തു വന്നതാണ്. അതിനുശേഷം അദ്ദേഹം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നിൽക്കുമായിരുന്നു. അദ്ദേഹം ഈ ഇങ്ങനെ ഒരു കൃഷിയുടെ തൈകൾ വിൽക്കുന്ന പരിപാടിയായിട്ട് നടക്കുമായിരുന്നു. പക്ഷേ ഈ അടുത്ത ദിവസം, അതായത് അത് കഴിഞ്ഞ് CPIയോടോ അല്ലെങ്കിൽ CPIയുടെ നേതാക്കന്മാരോടോ ഒന്നും അദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2 ദിവസം മുമ്പ് അദ്ദേഹം ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ വോട്ട് ചെയ്യണമെന്ന് പറയുന്നു. ആ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോ എന്നൊക്കെ പറയുന്നത് കൃത്യമായി അതിനകത്ത് ആൾക്കാർ ഇടപെട്ടുകൊണ്ട്, അതായത് ഇവിടെ വെച്ച് മൈക്കൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ചെയ്ത് ഫേസ്ബുക്കുകളിലിടുന്നു. പക്ഷേ ഈ വീഡിയോ ആരാ ചെയ്തതെന്നുള്ളത് അതൊരു അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ ഇപ്പം ഈ വീഡിയോ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഒരു പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ വന്ന് ആ ഒരു ഇങ്ങനെ ഒരു തൂക്കം നടക്കണമെങ്കിൽ അതിനകത്ത് സംശയങ്ങളുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഇവിടെ വന്ന് വയർ കട്ട് ചെയ്ത് ഇവിടെ പകൽ പോലെ വെട്ടമുള്ളതാണ് എല്ലാ ദിവസവും. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇന്നലെ 1:30 വരെയും ഈ ഓഫീസിൽ ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ വെട്ടത്തിൽ ഒരു ആൾ വന്ന് കയറിയാൽ കറക്റ്റായിട്ടും ഈ വഴിയെ പോകുന്നവർക്ക് കാണാം. അതിന് ആദ്യം തന്നെ ഈ വയർ കട്ട് ചെയ്ത് ലൈറ്റ് എല്ലാം കളഞ്ഞ് അതിനുശേഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആ സംഭവം ഇദ്ദേഹത്തിന് ഇങ്ങനെ കയറ് കെട്ടാനുള്ള ഒരു ഇതുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലുമേല വാക്കറയിലാണ് നടക്കുന്നത്. അപ്പം അത് കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഇവിടെ ചിലരൊക്കെ BJPയും കോൺഗ്രസും കൂടി അതായത് അവർ ഇവിടെ പരാജയപ്പെടുമെന്നുള്ള വിരളി പൂണ്ടിട്ട് എങ്ങനെയെങ്കിലും ഈ വിജയം തടസ്സപ്പെടുത്താൻ പറ്റുമോ ആലോചിച്ചുകൊണ്ട് ഇപ്പം തന്നെ അനാവശ്യമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പാർട്ടി ഓഫീസിൻ്റെ വഴിയും ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. അത് ഏറ്റവും ഒരു എന്നാന്ന് വെച്ചാൽ ശവം വെച്ച്, അതായത് ഒരാളുടെ മരണം നമ്മളെല്ലാം വേദനിക്കേണ്ടതാണ്. നമ്മുടെ സ്വന്തം ആണെങ്കിലും നമ്മൾ ഈ ശവം എന്ന് പറയുന്ന ആ ശവത്തെ വെച്ചുകൊണ്ട് ഇതുപോലെ ഒരു നെറികെട്ട വോട്ട് പിടുത്തത്തിന് തുടങ്ങുന്ന ഈ ഇരു മുന്നണികളും, അതിപ്പോൾ അവർ BJPയും UDF ഒന്നായിരിക്കുക. അവർ എങ്ങനെയെങ്കിലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വിജയം എങ്ങനെ തടസ്സപ്പെടുത്താമെന്നുള്ള ഒരു ദുഷ്ടലാക്കോടുകൂടി, അതുകൊണ്ട് ഇവർക്കൊക്കെ ഞാൻ പറയുന്ന പോലീസ് ഇത് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇതിനകത്ത് CPIക്കോ CPIയുടെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ CPIയുടെ പ്രാദേശികമായിട്ട് ഒരാൾക്കാർക്കും ഈ മക്കനുമായിട്ട് യാതൊരു വക ബന്ധങ്ങളും ഈ അടുത്ത കാലത്തല്ല വർഷങ്ങൾക്ക് ആയിട്ടും ഇത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംസാരം പോലും ഉണ്ടാകാനൊരു അവസരമില്ല. ഇപ്പോൾ ഇത് ചെയ്ത് ഞങ്ങൾക്കും സംശയമുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പോലീസ് ഇത് കണ്ടുപിടിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഓഫീസിൻ്റെ പടിക്കലുള്ള ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വന്ന് ഇലക്ഷന് 2 ദിവസമുള്ളപ്പോൾ അയാൾ എന്തുകൊണ്ട് തൂങ്ങി മരിച്ചു? അയാൾ സ്വയം ചെയ്താണോ, അതിൻ്റെ പിന്നെ പ്രേരണയുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അയാളുടെ ഫോൺ കോളുകൾ, ഈ ഒരാഴ്ചക്കാലത്തെ ഫോൺ കോളുകൾ പരിശോധിക്കണം. അയാൾക്ക് വേണ്ടി ഇറങ്ങിയ വീഡിയോ പരിശോധിക്കണം. അതാരാണ് എഡിറ്റ് ചെയ്തതെന്നുള്ള കാര്യം പരിശോധിക്കണം. അതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം വ്യാജ പ്രചരണങ്ങളാണ് എങ്കിൽ പോലും അതേക്കുറിച്ച് അന്വേഷണം വേണം. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ വേറെ കറുത്ത കൈകളുണ്ട് എന്നാണ് ബലമായിട്ടുള്ള സംശയം. ഇവരുമായിട്ട് പിണങ്ങിപ്പോയതാണ്. കുടുംബങ്ങൾ തമ്മിൽ എത്ര ലോഹത്തിലല്ല, അവർ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാണ് ഇവിടെ നിന്ന് ഒരു നഴ്സറി കടുത്തുരുത്തിലിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് 3-4 സ്ഥലത്തിട്ട് ലാസ്റ്റ് ഇപ്പം ഇടയാഴത്ത് വെച്ചൊരു ബൈക്ക് ബാങ്കിൻ്റെ ഇട്ടിരിക്കുക. അവരിതിട്ട് അവിടെ നിന്നിട്ടുള്ള പ്രശ്നങ്ങളോ എന്താണെന്നൊന്നും നമ്മളറിയുന്നില്ല. അവർ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ, ഇവർ കുടുംബപരമായിട്ട് ഒത്തിരി ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ സൂക്ഷിച്ചായിട്ട് നമുക്കിപ്പോൾ അറിയാൻ പറ്റിയല്ല. പുള്ളി ഇതിനു മുമ്പ് ആത്മഹത്യാ ശ്രമങ്ങൾ ഒക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു വിവരം എങ്ങനെ കിട്ടിയായിരുന്നു? അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഒക്കെ ഒത്തിരി കളക്ടറേറ്റ് വഴിയൊക്കെ പുള്ളി ഒത്തിരി പരിപാടി നടത്തിയിട്ടുണ്ട്, ഒരുപടി പരിപാടി. അപ്പോൾ അത് ഒക്കെ ഇങ്ങനെ തരണം ചെയ്ത് അവരുടെ പുള്ളിക്ക് സ്വയമായിട്ട് ഇത് തന്നെ പരിപാടി ബിസിനസ്സായിരുന്നു. ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഒത്തിരി ബാധ്യതകളൊക്കെ ഉണ്ട്, നല്ല ബാധ്യതകളാണ് ഇവിടുന്ന് പോകുന്നത്. അതും ഇപ്പോൾ കൊടുക്കാനും മേടിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി ബാധ്യത എനിക്ക് ആദ്യം നിങ്ങളുടെ തലയിൽ വെച്ചിരിക്കുക. നിങ്ങളെന്നാലും ചെന്ന് വിളിച്ച് ഇവിടുന്ന് പോരാൻ വേണ്ടി വിളിച്ചതാവും. ഇവിടെ വന്ന് ഒന്നിച്ച് ജീവിക്ക്. എത്ര കുറേ കാലമായിട്ട് പുള്ളി അകന്ന് താമസിക്കുക? അകന്ന് തന്നെയാണ്.
അപ്പോൾ പുള്ളി അകന്ന് തന്നെ താമസിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനൊന്നും പുള്ളി ഇവർ ചെന്ന് വിളിച്ചപ്പോഴും ഇവരോട് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. അതോടുകൂടി പിന്നെ പുള്ളി അവിടെ ചെന്ന് ഇങ്ങനെ നേഴ്സറി ഉണ്ടാക്കി അവിടെ നിന്ന് പണിത് കാര്യങ്ങൾ പിന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. നമ്മളുമായിട്ട് അത്ര ടച്ചിലല്ല. കാര്യം എൻ്റെ സ്വന്തമാണ് ആൾ, അനിയത്തിയുടെ ഭർത്താവാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമുക്കതുകൊണ്ട് പിണക്കവും ഇല്ല ഇണക്കവും ഇല്ല എനിക്ക്. പിന്നെ ഇത് എന്ത് ചെയ്യണമെന്നൊക്കെ നമുക്ക് ആധികാരികമായിട്ട് തിരക്കേണ്ട കാര്യങ്ങളിലോ വലിയ അറിവുള്ള ആളാവില്ല. പിന്നെ ഈ മാതിരിയുള്ള കാര്യങ്ങളുണ്ട്. ഇവരുടെ ഫാമിലികളൊക്കെ ഇപ്പോൾ ചേട്ടൻ ഇതുപോലെ തന്നെ മരിക്കുകയാണ്. ചേട്ടൻ ഇതുപോലെ ആത്മഹത്യയായിരുന്നു. അതിവിടെയായിരുന്നു ഇവരുടെ കുടുംബത്ത്. അത് കഴിഞ്ഞ് ഇവരിങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവർ തമ്മിൽ എന്നാ പ്രശ്നം, എന്തൊക്കെയാണ് ഇവിടെ വന്ന് ഇത് ചെയ്യാൻ കാര്യം എന്നാന്ന് പോലും നമുക്കറിയാം. കാരണം ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നത്. ഇവിടെ കേസും ഇല്ലാത്ത സമയങ്ങളില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്താൽ ഇത് വ്യക്തിപരമായ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, അതോ രാഷ്ട്രീയപരമായ ഇവർ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അങ്ങനെയുള്ളൊരു ബന്ധമുള്ളതായിട്ട് അറിവില്ല. അതാണ് വ്യക്തിപരമായിട്ട് ഇങ്ങനെ ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ചക്കറി ഇട്ട് ഇവിടെ നശിപ്പിച്ചെന്നും പറഞ്ഞ് പുള്ളി ഇങ്ങനെ കേസും മുക്കാറുമായിട്ട് എപ്പോഴും നടക്കുന്ന ഒരാളാണ്. അതിപ്പോൾ എങ്ങനെ ഏത് രീതിയിലാണ് അല്ലെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ആരുമായിട്ട് നമുക്കൊരു ഇതും അറിയാൻ പറ്റുകയാണ്. അദ്ദേഹം ദീർഘനാളുകളായ കൃഷിവകുപ്പിന് പരാതി കൊടുത്തിട്ട് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പരാമർശിക്കുന്ന ആൾക്കാർ ഒരു പ്രധാന വിഷയം, എനിക്ക് വധഭീഷണിയുണ്ട്, അല്ല മരണഭീഷണിയുണ്ട്, ഞാൻ മരിക്കുവാണെങ്കിൽ അതിന് ഉത്തരവാദികൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, പേരെടുത്ത് പറഞ്ഞിരുന്ന കുറേ ആൾക്കാർ, പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ചില ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞ അതിലിപ്പോൾ JP ഷാജി ഉൾപ്പെടെ ആൾക്കാരുടെ പേരെടുത്ത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, അത് അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് വീഡിയോ ഉണ്ട്, നിങ്ങളെല്ലാവരും അത് കണ്ടു കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും ആ വീഡിയോ ഒരു മരണമൊഴിയായിട്ട് എടുക്കണമെന്നുള്ളതാണ് BJPയും NDAയും ആവശ്യപ്പെടുന്നത്. 2008 മുതൽ ഇങ്ങോട്ടേക്ക് അദ്ദേഹം ഈ പ്രദേശത്ത് വൈക്കത്ത് നേരിടുന്ന വെല്ലുവിളികൾ, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിയിലൂടെ ഒരു നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിനെയെല്ലാം തുരങ്കം വയ്ക്കുന്ന രീതിയിൽ അദ്ദേഹത്തിനെ ഏതൊക്കെ രീതിയിൽ ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ട രീതിയിലേക്ക് വരെ അദ്ദേഹത്തെ മാറ്റുവാൻ വേണ്ടിയിട്ട് CPIയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം പേരെടുത്ത് തന്നെ നേതാക്കന്മാരെ പറയുന്നുണ്ട്. അവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം നിരവധി തവണ, ഇതിനു മുമ്പ് ഒരു തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് നാട് വിട്ടു പോയതാണ്. വീണ്ടും തിരിച്ചു വന്നിട്ട് കൃഷി വകുപ്പിന് 1 രൂപയ്ക്ക് വിത്ത് കൊടുക്കാം അല്ലെങ്കിൽ തൈ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൃഷി വകുപ്പ് മന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് നാളുകളോളം നടന്നിട്ട് സാധിക്കാതെ അദ്ദേഹം ഒരു തികഞ്ഞ കൃഷി സ്നേഹിയായിട്ടുള്ള അദ്ദേഹത്തിനെ ഇന്ന് ഇവിടെ ഈ പാർട്ടി ഓഫീസിനകത്ത് ആത്മഹത്യയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മഹത്യയെപ്പറ്റി കൃത്യമായ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. അദ്ദേഹം ഒരു കാലിന് സ്വാധീനമില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ രീതിയിൽ മരണത്തിന് വിട്ടുകൊടുത്ത ഈ ഒരു ഭരണ സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർഷകർക്ക് നേരെയുള്ള അവരുടെ സമീപനത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വൈക്കത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. MLA ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് ഉത്തരവാദികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. കേരളമാകെ കർഷക മരണം, വൈക്കത്തിന്റെ പുത്രനാ, വൈക്കത്തിന്റെ പുത്രനാ, വൈക്കത്തിന്റെ പുത്രനാ, വൈക്കത്തിന്റെ പുത്രനാ, അധികാരികളെ ജീവൻ നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അതിൽ കേട്ടപ്പോൾ മനസ്സിലായത്, ഈ ആരോപണ വിധേയരായ ആൾക്കാർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അസ്വാഭാവിക മരണമാണോ എന്നത് പാർട്ടി സെക്രട്ടറി ബാബുരാജ് സൂചിപ്പിച്ചത് സ്വാഭാവിക മരണമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഗൗരവമായി അന്വേഷിക്കണം. ആരോപണ വിധേയരായ ഇവിടെ ഉണ്ടായിരിക്കുകയും ഒരു മരണം സംഭവിക്കുകയും വയ്യാത്തൊരാൾ, കാല് വയ്യാത്തൊരാൾ ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി അന്വേഷിച്ച് നടപടി എടുക്കേണ്ട വിഷയമാണ്. ഇപ്പം എന്താണ് BJP പ്രധാനമായിട്ട് ഈ വിഷയം ഉന്നയിക്കുന്നത്? ഈ ബാബുരാജിൻ്റെ ഈ ചെല്ലപ്പൻ്റെ ഒരു ജീവിത പശ്ചാത്തലം എങ്ങനെയായിരുന്നു? നിങ്ങളുടെ അടുപ്പം ഉണ്ടായിരുന്നു? വളരെ അടുപ്പമുള്ള 10-20 വർഷമായിട്ട് എനിക്ക് അടുപ്പമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃഷി വകുപ്പിനെതിരെയായിട്ടുള്ള ഒരു തൊട്ടപ്പുറത്താണ് പുള്ളിയുടെ ഒരു ഫാം ഉണ്ടായിരുന്നത്. ആ ഫാമിൽ ഇവിടെ ആരോപണ വിധേയരായ ഈ JP ഷാജിയും അതുപോലെ സാനുവും, മരിച്ചുപോയ AIFൻ്റെ മണ്ഡലം സെക്രട്ടറി പ്രസിഡൻ്റായിരുന്നു സാനു, അവരൊക്കെ അദ്ദേഹത്തെ ആ ഫാം നശിപ്പിക്കുകയും പുള്ളിയെ തല്ലുകയും പുള്ളിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നോടൊക്കെ വ്യക്തിപരമായ പരാതി, ഞാൻ പാർട്ടിയിൽ നിന്ന സമയത്ത് വ്യക്തിപരമായ പരാതി പറഞ്ഞിട്ടുള്ളതാണ്.
പുള്ളിക്ക് ഇവിടെ വേറെ ശത്രുക്കളൊന്നുമില്ല. പക്ഷേ പുള്ളീനെ നിരന്തരമായി ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് പരാതി. കഴിഞ്ഞ ദിവസം ഇവിടെ ആരോടോ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉത്തരവാദി CPI ആണെന്ന് പറഞ്ഞു. അതിനകത്ത് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TN രമേശനും അതുപോലെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റ് JP ഷാജിക്കെതിരെയാണ്. ഇന്നലെ ഈ മരണം നടന്നു എന്ന് പറയുന്ന സമയത്ത് 12 മണിയോളം സമയത്ത് ഇവരെ ഈ JP ഷാജി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉണ്ടായിരുന്നാണ് ഞാൻ രാവിലെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് മരണം നടന്നത്. ഇപ്പം CPIയുടെ മണ്ഡല സെക്രട്ടറി പറഞ്ഞിരുന്നത് ഇതൊരു സ്വാഭാവിക മരണമല്ല, അത് പരിശോധിക്കപ്പെടണം. ഞങ്ങളും ആ പക്ഷം തന്നെയാണ്. ഇത് സ്വാഭാവിക മരണമല്ലെങ്കിൽ ആരോപണ വിധേയമായ ആൾക്കാർ ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നെങ്കിൽ അത് എന്തിനായിരുന്നു, അതിനുശേഷം എപ്പോഴാണ് മരണം നടന്നത്, ഇതൊരു കൊലപാതകമാണോ, ഇത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഇവിടുത്തെ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഉന്നയിക്കുന്നത് നിരന്തരമായി കൃഷി വകുപ്പിൽ നിന്നുള്ള പീഡനവും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് നേരിടുന്നുണ്ട്. അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ പുതിയൊരു സ്ഥാപനം അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ എൻ്റെ ബാങ്കിലായിരുന്നു പുള്ളിക്കുണ്ടായിരുന്നത്. ഈ പറയാൻ പോലെ സാമ്പത്തിക ബാധ്യതകൾ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഈ സർവീസ് സഹകരണ ബാങ്ക് ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ പണം കൊള്ളയടിച്ച ബാങ്കാണ്. ഏതാണ്ട് ഒരു 40 കോടി രൂപ അഴിമതി നടത്തിയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ഈ ഷാജി. അതിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ. അപ്പം ഈ സഹകരണ ബാങ്കിൻ്റെ അഴിമതി അന്വേഷിക്കണം, ഈ മരണം അന്വേഷിക്കണം. രണ്ടും കണക്റ്റഡ് ആണ് ഇതിനകത്ത്. എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയുവാൻ സാധിച്ചത് ഒരു കൊലപാതകം തന്നെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് BJP മുന്നോട്ട് വെക്കുന്നത് ഇതൊരു സമഗ്രമായ അന്വേഷണം വേണം. കാരണം നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു വശം തളർന്ന ഒരാളാണ്, ഒരു ഭാഗം തളർന്നിട്ട് അദ്ദേഹം മറ്റേ വാക്കറെ നടക്കുന്ന ഒരാളാണ്. അപ്പം ആ ഡെസ്കിന് മുകളിൽ കയറി അദ്ദേഹം അത്ര ഉയരങ്ങളിൽ കയറിട്ടുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യൂ എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അല്ലെങ്കിൽ ജനങ്ങൾക്ക് അംഗീകരിക്കുക ഒരാൾ ഒരു വശം തളർന്ന ആൾ ഇത്ര ഉയരത്തിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത്. അതിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്, എന്നെ വധിക്കപ്പെടും, എന്നെ കൊല ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നമ്മുടെ ജനങ്ങളിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നോട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ CPIയുടെ ആൾക്കാർ അദ്ദേഹത്തെ ഇലക്ഷന് മുപ്പാട് കൊല്ലും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ കൊല ചെയ്യപ്പെടും എന്നുള്ളത് ജനങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ പാർട്ടി BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്നിപ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടി ഇതുപോലെയുള്ള മരണങ്ങൾ കാണുമ്പോൾ, ഇതുപോലെയുള്ള ആളുകൾക്ക് അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അതിനെ അന്വേഷണം വേണമെന്നുള്ള കാര്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ അദ്ദേഹം ഈ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ CPIയുടെ ഈ ഓഫീസ് ഇത് പോലീസിൻ്റെ നിയന്ത്രണത്തിൽ അടച്ചു പൂട്ടി സീൽ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഈ മരണം നമുക്ക് ഒരു ദുരൂഹമായി മനസ്സിലാക്കിയതുകൊണ്ട് ഇതിനകത്ത് തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഇത് കൃത്യമായും ഈ ഓഫീസ് അടച്ച് സീൽ വെക്കണം. ഇദ്ദേഹത്തിനെ കൊല ചെയ്യപ്പെട്ടവർക്കെതിരെ നിയമപരമായ നടപടികൾ ഉണ്ടാകണം. അതിനൊരു സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്നത്. എൻ്റെ പേര് പ്രീജു K. ശശി, BJPയുടെ വൈക്കം മണ്ഡലം ജനറൽ സെക്രട്ടറി. വൈക്കത്തെ തിരഞ്ഞെടുപ്പ് ഗോതയിലെ രാഷ്ട്രീയ ചിത്രങ്ങളെ അടിമുടി മാറ്റിമറിക്കുന്നൊരു സംഭവ വികാസമാണ് ഇപ്പോൾ വൈക്കം തലയാഴത്ത് അരങ്ങേറിയിരിക്കുന്നത്. LDFിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ചുള്ള വയോധികൻ്റെ തിരോധാനം BJPയും കോൺഗ്രസും ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് തിരഞ്ഞെടുപ്പിലെ ഇതുവരെയുള്ള ഫലപ്രവചനങ്ങളെ മാറ്റിമറിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.